ക്രിസ്തു എങ്ങനെയാണ് ഓരോരുത്തരെയും സ്വന്തമാക്കുന്നത് എന്നതിന് കൃത്യമായ വിവരണങ്ങളോ മാതൃകകളോ ഇല്ല. പലരെയും പല രീതിയിലാണ് ക്രിസ്തു തൻ്റെ സ്നേഹത്തിലേക്ക് വലിച്ചടുപ്പിക്കുന്നത്. ക്രിസ്തുവിനെ അനുഭവിച്ചറിയുന്ന നിമിഷം മുതൽ അന്ന് വരെയുള്ള അവരുടെ ജീവിതം തലകീഴായി മാറുന്നു. അത്തരമൊരു അനുഭവമാണ് ഇറാനിലെ ഒരു മുസ്ലിം കുടുംബത്തിൽ ഉത്തമ മുസ്ലിം പൗരനായി ജനിച്ച് ജീവിച്ചു വളർന്ന ഇപ്പോൾ ഡോക്ടറും പാസ്റ്ററുമായ ഡോക്ടർ മോഷീൻ കസേമിക്കിനുള്ളത്. മുസ്ലിം നിയമങ്ങൾ അണുവിട വ്യതിചലിക്കാതെ എല്ലാം പാലിച്ചു പോന്നിരുന്ന അദ്ദേഹം ഒരിക്കലും കരുതിയിരുന്നില്ല ഒരു നാൾ താൻ ക്രിസ്തുവിനെ അനുഗമിക്കുമെന്നും അവിടത്തേക്ക് വേണ്ടി ജീവിക്കാനായി ജീവിതം മാറ്റി എഴുതുമെന്നും. പക്ഷെ സംഭവിച്ചത് അങ്ങനെയായിരുന്നു. അവിശ്വസനീയമായ രീതിയിലുള്ള ട്വിസ്റ്റുകളും വളവും തിരിവും കൊണ്ട് നമ്മെ അമ്പരപ്പിക്കുന്നതായി അദ്ദേഹത്തിന്റെ ജീവിതം മാറുന്നത് അങ്ങനെയാണ്. ഇറാനിയൻ വിപ്ലവം നടക്കുമ്പോൾ മോഷീൻ കസേമിക്കിന് 15 വയസ്സായിരുന്നു പ്രായം. വിപ്ലവം എന്ത് നന്മകളാണ് രാജ്യത്തിന് കൊണ്ടുവരുന്നതെന്ന് ആകാംക്ഷയോടെ കാത്തിരുന്നവരിൽ ഒരാളായിരുന്നു അദ്ദേഹവും. പക്ഷേ പ്രതീക്ഷിച്ചതുപോലെ ഒന്നുമല്ല സംഭവിച്ചത്. നല്ല രീതിയിൽ മികച്ച വിജയത്തോടെ പാസ്സായെങ്കിലും മെഡിക്കൽ കോളേജുകളിലൊന്നും അദ്ദേഹത്തിന് പ്രവേശനം കിട്ടിയില്ല. പാശ്ചാത്യ രീതിയിൽ വേഷം ധരിച്ചതും പാശ്ചാത്യ രീതിയോടുള്ള ആഭിമുഖ്യവുമായിരുന്നു അതിന് കാരണം. അതുകൊണ്ട് മെഡിക്കൽ പഠനത്തിന് പകരം സൈന്യത്തിലെ ഒരു പ്രത്യേക വിഭാഗത്തിലേക്കാണ് അദ്ദേഹത്തെ അയച്ചത്. അത് തനിക്ക് പറ്റിയ മേഖലയല്ലെന്ന് മൊഷേമിന് മനസ്സിലായിരുന്നു. വധശിക്ഷയ്ക്ക് വിധിച്ചതുപോലെയുള്ള അനുഭവമായിരുന്നു അത് അദ്ദേഹത്തിന് സമ്മാനിച്ചത്. ഒരുപാട് നിയന്ത്രണങ്ങൾ, സംസാര സ്വാതന്ത്ര്യം പോലും ഉണ്ടായിരുന്നില്ല. ഭരണകൂടത്തിനനുസരിച്ച് പെരുമാറാനോ പ്രവർത്തിക്കുവാനോ കഴിയുന്ന ആളാണ് താനെന്ന് മൊഷേമിന് ഒരിക്കലും തോന്നിയിരുന്നില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഇറാൻ വിട്ടു പോകാൻ അദ്ദേഹം നിർബന്ധിതനായത്. പർവ്വതങ്ങൾ താണ്ടിയും അഭയാർത്ഥി ക്യാമ്പുകൾ പിന്നിട്ടും അദ്ദേഹം ഒടുവിൽ എത്തിച്ചേർന്നത് കാനഡയിലായിരുന്നു. അഭയാർത്ഥി ക്യാമ്പിൽ താമസിക്കുന്ന വേളയിൽ ഡഗ്ലസ് എന്ന തികച്ചും മാന്യനായ ഒരു വ്യക്തിയെ കണ്ടുമുട്ടിയത് മൊഷേമിന്റെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായിരുന്നു. അക്കാലത്ത് മൊഷേൻ വളരെ ക്ഷിപ്രകോപിയായിരുന്നു. എന്നാൽ ഡഗ്ലസിനോട് കോപിച്ചാലും അടുത്ത ദിവസം കണ്ടുമുട്ടുമ്പോൾ അസാധാരണമായിട്ടൊന്നും സംഭവിക്കാത്തതുപോലെ പെരുമാറുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ രീതി. അന്ന് വരെ കണ്ടിട്ടുള്ളവരിൽ വെച്ച് ഏറ്റവും വ്യത്യസ്തമായ വ്യക്തിത്വമായിരുന്നു ഡഗ്ലസ് എന്ന് മൊഷേമിന് അനുഭവപ്പെട്ടു. ഡഗ്ലസിലൂടെ ആദ്യമായി ഒരു യഥാർത്ഥ ക്രൈസ്തവനെ താൻ കണ്ടുമുട്ടുകയായിരുന്നുവെന്നാണ് അതേക്കുറിച്ചുള്ള ഡോക്ടർ മൊഷേമിന്റെ ഓർമ്മ. പക്ഷെ കാനഡയിലായിരിക്കുമ്പോഴും തന്റെ ഇസ്ലാമിക ആഭിമുഖ്യത്തിൽ നിന്ന് അദ്ദേഹം മുക്തനായിരുന്നില്ല. എന്നാൽ ഭാര്യയായി തീർന്ന പെൺകുട്ടിയുമായുള്ള ആദ്യ കൂടിക്കാഴ്ചയിൽ തന്നെ അവൾ സംസാരിച്ചത് യേശുവിനെ കുറിച്ചായിരുന്നു. പക്ഷേ യേശുവിനെ ഖുറാനിലെ തന്നെ മികച്ച ഒരു പ്രവാചകനായിട്ട് മാത്രമേ മൊഷേം അപ്പോഴും കണക്കാക്കിയിരുന്നുള്ളൂ. പ്രതിശ്രുത വധു ഇൻസുക് പറഞ്ഞു, യേശു ഒരു പ്രവാചകനല്ല, ദൈവപുത്രനാണ്. യേശു ദൈവപുത്രനാണെങ്കിൽ അവിടത്തേക്ക് എനിക്ക് മുമ്പിൽ സ്വയം വെളിപ്പെടുത്താൻ കഴിയണം എന്നതായിരുന്നു വെല്ലുവിളി പോലെ മൊഷേമിന്റെ വാക്കുകൾ. നീ ഒരു പ്രവാചകനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു, എന്നാൽ അതിനപ്പുറം നീ ദൈവപുത്രനാണെന്ന് എനിക്ക് വെളിപ്പെടുത്തണം. യേശുവുമായി മൊഷേം വാതുവെച്ചു. ആ ദിവസം രാത്രി മൊഷേം ഒരു സ്വപ്നം കണ്ടു. സ്വപ്നത്തിൽ മൊഷേം ഇറാനിലായിരുന്നു. അവിടെ ക്രിസ്ത്യാനിയായ ഒരു യുവാവുണ്ടായിരുന്നു. അയാളോട് മൊഷേം ചോദിച്ചു, യേശു ദൈവപുത്രനാണെന്ന് നിങ്ങൾ പറയുന്നത് എന്തുകൊണ്ടാണ്? അയാളുടെ മറുപടി പെട്ടെന്ന് വന്നു, നീ നിന്റെ ചിന്താഗതി മാറ്റുക. 2 ദിവസങ്ങൾക്ക് ശേഷം മൊഷേം വീണ്ടും ഒരു സ്വപ്നം കണ്ടു. അന്ന് സ്വപ്നത്തിൽ യേശുവാണ് പ്രത്യക്ഷപ്പെട്ടത്. തൂവെള്ള വസ്ത്രം ധരിച്ച ആണിപ്പഴുതുള്ള കൈകൾ നീട്ടി നിൽക്കുന്ന യേശു. അനുകമ്പയാർന്നതായിരുന്നു യേശുവിന്റെ നോട്ടം. യേശു പറഞ്ഞത് ഇതായിരുന്നു, നിന്റെ മനോഭാവം മാറ്റുക. 1989 ഡിസംബർ 12 ആയിരുന്നു ആ ദിവസമെന്ന് മൊഷേം കൃത്യമായി ഓർക്കുന്നു. ചിന്താഗതി മാറ്റുക എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് മൊഷേമിന് അറിയില്ലായിരുന്നു. ഇസ്രായേലും യഹൂദരുമായി പുതിയ ഒരു ഉടമ്പടി സ്ഥാപിക്കുന്ന ദിവസത്തെക്കുറിച്ച് വചനം പറഞ്ഞതും എന്നെ മറക്കാതിരിക്കേണ്ടതിന് എന്റെ നിയമങ്ങൾ അവരുടെ ഹൃദയത്തിൽ എഴുതുമെന്ന് വചനം പറഞ്ഞതുമെല്ലാം ആ നിമിഷം മൊഷേമിന്റെ ഓർമ്മയിലൂടെ കടന്നുപോയി. ആ നിമിഷം അദ്ദേഹം ഉറക്കെ പറഞ്ഞു, ദൈവമേ, നീ എന്റെ ഹൃദയത്തിൽ നിന്റെ വചനം എഴുതണമേ. എന്നാൽ അതെങ്ങനെയാണ് സംഭവിക്കുക എന്ന് അപ്പോഴും അദ്ദേഹത്തിന് അറിവില്ലായിരുന്നു. എല്ലാവരും തങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി പരിഹാര ബലി അർപ്പിക്കേണ്ടതുണ്ട്. പാപങ്ങൾക്ക് വേണ്ടി രക്തം ചൊരിയേണ്ടതുണ്ട്. യേശു ഒരിക്കൽ എന്നേക്കുമായി ബലിയർപ്പിച്ചുവെന്നും ആ ഒരൊറ്റ ബലി വന്നവർക്കും വരാനിരിക്കുന്നവർക്കും എല്ലാമുള്ള ബലിയാണെന്നും അവിടുന്ന് പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നുവെന്നും മൊഷേം പിന്നീട് മനസ്സിലാക്കി. കർത്താവെ, നിന്നെ ഞാൻ എന്റെ രക്ഷകനായി സ്വീകരിക്കുന്നുവെന്ന് ആ നിമിഷം മൊഷേം ഏറ്റുപറഞ്ഞു. വർഷം മുഴുവനും ദൈവത്തോടുള്ള സംഭാഷണം എന്ന രീതിയിലാണ് അത് രചിക്കപ്പെട്ടിരിക്കുന്നത്. ക്രിസ്തുവിനെ അറിഞ്ഞിട്ടില്ലാത്തവരോടായി ഡോക്ടർ മൊഷേമിന് പറയാനുള്ളത് ഒന്നു മാത്രം,
ക്രിസ്തുവിന്റെ സ്നേഹവും പിതാവായ ദൈവം നമ്മെ സ്നേഹിക്കുന്നുവെന്ന വസ്തുതയും ഏറ്റവും പ്രധാനമാണ്. തന്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമേൽ സ്നേഹിച്ചുവെന്നതാണ് ദൈവസ്നേഹത്തിന്റെ ഏറ്റവും ഉയർന്ന കൊടുമുടി. ക്രിസ്തുവിനെ കാണാൻ കഴിയുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്നും നീതിമാൻ നിശബ്ദത പാലിച്ചാൽ തിന്മ നിലനിൽക്കും എന്നതിനാൽ നീതിമാൻ ഉറക്കെ സംസാരിക്കണമെന്നുമാണ് ഡോക്ടർ മൊഷേം പറയുന്നത്. ഇറാനിലെ ക്രൈസ്തവ പീഡനങ്ങൾക്കിടയിലും ക്രൈസ്തവർക്കിടയിൽ വലിയൊരു ആത്മീയ ഉണർവ് സംഭവിച്ചിട്ടുണ്ടെന്നും അത് യേശുവിലൂടെ പിതാവായ ദൈവത്തിലേക്ക് എത്തുവാനുള്ള വഴികൾ തുറന്നു തന്നിരിക്കുകയാണ് ചെയ്തിരിക്കുന്നതെന്നുമാണ് ഡോക്ടർ മൊഷേമിന്റെ വിശ്വാസം. ആ വിശ്വാസത്തോട് ചേർന്ന് ഇറാനിൽ ഉണ്ടാകുന്ന പുതിയ ആത്മീയ ഉണർവിന് നമുക്ക് സാക്ഷികളാകാം. ഇറാൻ സമീപഭാവിയിൽ ക്രിസ്തുവിനെ അറിഞ്ഞു തുടങ്ങുകയും സ്വന്തമാക്കുകയും ചെയ്യുന്ന രാജ്യമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാം.